റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ കുത്തുപാറ സ്വദേശി ജെയിനിന്റെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി. തൃശൂർ സ്വദേശികളായ 32-കാരൻ ബിനിൽ, 27-കാരൻ ജെയിൻ എന്നിവർ ജോലിക്കായി റഷ്യയിലേക്ക് പോയെങ്കിലും റഷ്യൻ പട്ടാളത്തിൽ എത്തിപ്പെട്ട് ടെക്നിക്കൽ യുദ്ധമുഖത്ത് കുടുങ്ങിയതായുള്ള വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ഇവരെ തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാടൊന്നാകെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ ജോലിക്കായാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത്. എന്നാൽ അവിടെ എത്തിയതോടെ അവരുടെ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയും തുടർന്ന് ഇവരെ റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി യുദ്ധമേഖലയിലേക്ക് വിന്യസിച്ചെന്നും ബിനിലിന്റെ ഭാര്യ ജോയ്സി പറയുന്നു. ഇന്നലെ തിങ്കളാഴ്ചയാണ് അവസാനമായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ രക്ഷിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, മോനെ നോക്കിക്കോളാൻ വിളിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. യുദ്ധത്തിനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് നമ്മളോട്. പിന്നെ ഇതുവരെ ഒരു മെസ്സേജോ ഫോൺ കോളോ വന്നിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ്, വിളിക്കുന്നുള്ള പ്രതീക്ഷയിൽ എത്രയും പെട്ടെന്ന് അവരെ എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർക്ക് റഷ്യയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല. കുടുംബങ്ങൾ ഏറെ ദുരിതത്തിലാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ആരോപിച്ചു. കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CH ഹരീഷ് തുടങ്ങിയ നേതാക്കളും സ്ഥലത്തെത്തിയിരുന്നു. ഏത് നിമിഷവും അവരുടെ ജീവന് അപകടമുണ്ടാവാമെന്നുള്ള സ്ഥിതിയിലാണ്. ഈ വീട്ടുകാരെ നിലവിൽ സംസ്ഥാന സർക്കാരിനും MP-മാർക്കും സുരേഷ് ഗോപി തുടങ്ങിയ മന്ത്രിമാർക്കും ഒക്കെ ഇവരെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചാനലുകളൊക്കെ വാർത്ത വരികയും ചെയ്തു. പക്ഷേ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന കാര്യമായ പരിശ്രമങ്ങൾ ഒരു സ്ഥലത്തും നടന്നിട്ടില്ല. ഇപ്പോൾ ഇവരുടെ കൂടെ പോയ 6 പേരിൽ ഒരാൾ മരിച്ചു. അതിൻ്റെ ഭാഗമായി 3 പേരന്ന് തിരിച്ചു വന്നു. ഇവർ 2 പേരുമാണ് ഇപ്പോൾ അവിടെ ഇവരുടെ ടീമിൽ പോയവർ കുടുങ്ങി കിടക്കുന്നത്. നമുക്കറിയാം, ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കൂലിപ്പട്ടാളത്തിൻ്റെയൊക്കെ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഭാഗമായി റഷ്യയിൽ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമാണ്. കേന്ദ്ര സർക്കാർ ഗൗരവമായി ഇടപെട്ട് റഷ്യൻ പ്രസിഡന്റുമായി സംസാരിച്ച് ഈ ഇന്ത്യക്കാരായ ആളുകൾ, അവിടെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എഗ്രിമെൻ്റ് റഷ്യൻ സർക്കാരുമായിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ടവർക്ക് ഇനി തിരിച്ചു വരാൻ കഴിയൂ. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അടിയന്തരമായി നമ്മുടെ MP-മാരും പ്രധാനമന്ത്രിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ പരാതി ഞങ്ങൾ അയക്കുകയും ചെയ്യുന്നുണ്ട്.